ഡബിങ് ആർട്ടിസ്റ്റിന് അടിപൊളിയായിട്ട് ഡബ് ചെയ്ത് അവർ പിടിക്കും, അവർ കറക്റ്റ് ആയിട്ട് പിടിച്ച് അത് പറയും എന്നൊക്കെ മൂളാനായിരിക്കും പറയണം. അപ്പൊ നമ്മള് ചിലപ്പോ എന്നൊക്കെ വരും ഞാൻ കഴിഞ്ഞില്ലേ. അവർക്ക് വേണ്ടത്ര ക്രെഡിറ്റ്സ് കിട്ടുന്നില്ല അല്ലേ? അവരുടെ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് എക്സ്പോസ് ചെയ്തിട്ടുള്ളത് നല്ല ഡബിങ് ആർട്ടിസ്റ്റുകൾ വഴി തന്നെയാണ്. ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ആക്ടർ ഏത് ടോണിൽ എങ്ങനെ പറഞ്ഞു വെച്ചാലും ഡബിങ് ആർട്ടിസ്റ്റിന് അടിപൊളിയായിട്ട് ഡബ് ചെയ്ത് അവർ പിടിക്കും, അവർ കറക്റ്റ് ആയിട്ട് പിടിച്ച് അത് പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പറ്റില്ല. ഡബിങ് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. പിന്നെ തീർച്ചയായിട്ടും പാടുള്ളത് നല്ല ടഫാ. കാരണം ആ ഇമോഷൻ നമ്മൾ ഇവിടെ സൗണ്ടിലൂടെ വന്നില്ലെങ്കിൽ പെട്ട് മുക്കും മൂളലും മുക്കലും ഒക്കെ വരണം. എടോ നമ്മൾ വിചാരിക്കണ പോലെയല്ല, അതൊക്കെ ഭയങ്കര പാടാ. അത് നമ്മൾ വിചാരിക്കും ഇപ്പൊ മുക്കിക്കളയാന്ന്, പക്ഷെ ആ മുക്കൊന്നും അവിടെ ആ കറക്റ്റ് മുക്കൊന്നും വരുമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ മുക്കിയത് കറക്റ്റാന്ന്, അല്ല അത് അവർക്കറിയാം കറക്റ്റ് അല്ലെന്ന്. അപ്പൊ അവര് പറയും ചേച്ചി അങ്ങനത്തെ മുക്കല്ലേ വേറെ ചിലപ്പോ മൂളലൊക്കെ ഇടാൻ പറയുമ്പോ ചിലപ്പോ വേറെ രീതിയില മൂളലൊക്കെ ചിലപ്പോ നമ്മള് എന്നൊക്കെ മൂളാനായിരിക്കും പറയണം. അപ്പൊ നമ്മള് ചിലപ്പോ എന്നൊക്കെ വരും ഞാൻ കഴിഞ്ഞില്ലേ. അതാ ഞാൻ പറഞ്ഞ, നമ്മൾ ചിലപ്പോ വിചാരിക്കുന്ന പോലെ ആയിരിക്കൂല. നമ്മൾ വിചാരിക്കും കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പോ ചിലപ്പം കറക്റ്റ് ആയിട്ട് വരും. നല്ല പാടുള്ള പരിപാടിയാണ് ഡബിങ് ആർട്ടിസ്റ്റ് തന്നെയാണ്. അവർക്ക് വേണ്ടത്ര ക്രെഡിറ്റ്സ് കിട്ടുന്നില്ല അല്ലേ? പലപ്പോഴും കിട്ടുന്നില്ല. അറിയാവുന്നവർക്ക് അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിനിമകളിലും പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരെ ആരും അറിയുന്നില്ലല്ലോ. അവരുടെയൊക്കെ എഫേർട്ട് തന്നെയാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ബാക്കി എല്ലാവരുടെയും അവരെ ആരും അറിയുന്നില്ലല്ലോ. അപ്പൊ അതേപോലെ പിന്നിലാണല്ലോ ഈ ഡബിങ് ആർട്ടിസ്റ്റുകളും പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അറിയാൻ പറ്റുന്നില്ല. പല നടിമാരും പല നടന്മാരും അവരുടെ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് എക്സ്പോസ് ചെയ്തിട്ടുള്ളത് നല്ല ഡബിങ് ആർട്ടിസ്റ്റുകൾ വഴി തന്നെയാണ്. ഒത്തിരി പേര് ഇപ്പോഴാണ് പിന്നെയും കുറെയൊക്കെ നമ്മൾ തന്നെ ഓൺ വോയിസ് ഒക്കെ. ശോഭന ചേച്ചിയുടെ ഒക്കെ അതെ, ഉർവശി ചേച്ചിയുടെ, പക്ഷെ കുറെയൊക്കെ ഉർവശി ചേച്ചി തന്നെയാണ് തോന്നുന്നുണ്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു, പക്ഷെ എനിക്ക് ഞാൻ തന്നെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. എനിക്കങ്ങനെ എന്നെ വേറൊരാളുടെ ശബ്ദത്തിൽ കാണാൻ, എനിക്ക് വേറൊരാളുടെ ശബ്ദത്തിൽ കാണാൻ എനിക്ക് എന്തോ പോലെ ഓതന്റിസിറ്റി തോന്നും. മാത്രല്ല നമ്മൾ ചെയ്തൊരു സാധനം നമ്മൾ പറയുമ്പോഴാണ് അത് കുറച്ചും കൂടി ലൈഫായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഈ പ്രേക്ഷകർക്ക് ചിലപ്പോ അത് തോന്നില്ലായിരിക്കാം, പക്ഷെ നമുക്ക് കാണുമ്പോ നമുക്കത് അതിലൊരു 30% വേറെ ആരോ വന്നതുപോലെ തോന്നും. അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന തന്നെയാണ് ഇഷ്ടം.